വലൈക്കും സലാം. മൂലേരെ എവിടുന്നപ്പ വരുന്നേ? അവിടെ കൂടി എന്തൊക്കെ വർത്താനം എന്നിട്ട്? നല്ല സുഖം. റമദാൻ മാസത്തിലെ എല്ലാ മാസത്തിലും വരുന്നതല്ലേ റമദാനിൽ. നാവൂരിന്ന വരണ്ടേ? അപ്പൊ നാവൂര് ഒരു പള്ളിയൊക്കെ ഇല്ലേ? അവർക്ക് നമുക്ക് കുറച്ച് നേർച്ചക്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ നേർച്ചക്കടം ഞാൻ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കൊടുക്കുവോ? ഒരു പള്ളിയിലെ അവിടുത്തെ നേർച്ച ദിവസമാണ് റമദാൻ സമയത്താണ് നേർച്ച ഉണ്ടാവല്. 27-നൊക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന് വന്നാ എന്നാ അവിടെ പോണ്? മറ്റന്നാ 3 ദിവസം കഴിഞ്ഞാ പോകും. അപ്പൊ അന്ന് തന്നെ അവിടേക്ക് എത്തിയേക്കും. പിറ്റന്നാ 2 ദിവസം പിറ്റന്നാ എത്തും. ഒരു ദിവസം ട്രെയിനിൽ യാത്ര പോകും. കഴിഞ്ഞ കൊല്ലങ്ങൾ ഈ വൈക്കറ്റ വന്നീനോ? പക്ഷെ നിങ്ങളെ കണ്ട മാതിരി തോന്നുന്നുണ്ട്. ഞാൻ കുഞ്ഞുമോനെ പള്ളിയിൽ നിന്ന് നാവൂർക്ക് നിറച്ചു തീർന്നില്ലേ? കൊല്ലങ്ങൾക്ക് മുമ്പ്. കൊല്ലങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആള് വേണ്ടേ? പൈസ അല്ല നേരത്തെ പൈസ നോക്കെ കുട്ടിയെ റമദാൻ മാസം നോൽപ്പാണ്. അത് എന്തിനെ വന്നേനെ കൊടുക്കാതെ ചെക്ക് വിടരുതേനട്ടാ. നിങ്ങൾ നോക്കിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്താ പേരെന്താ? പേര് സുലൈമാൻ. സുലൈമാന്റെ വീട് എവിടെ? ഊരില് മക്കളെ മക്കൾ ഇതിനെ കുത്തിയെന്നോട്ടോ. ഇമ്മറത്തെ ആൾക്കാർ വന്നിട്ട് അതിന് കൊത്ത ഫോൺ നോക്കിട്ട് മോന്നിലടി എന്താ മോന്നിലടി മോതിരി നാവൂരിന്നൊക്കെ ഓരോ സണ്ട കൂടിതലം. എന്നിട്ട് അവിടെ 500 രൂപ തന്നു സംഭാവന. ഞമ്മക്കൊരു 1000 കൊടുക്കണട്ടാ. 1500 കൊടുക്കും ഞാന്. നല്ല കുട്ടി എന്റെ കുട്ടി. പറച്ചോനെ ഈ വീടിന് ബർക്കത്ത് കൊടുക്കാം. തമിഴ്നാട്ടുകാരെ അള്ളാ എന്നാ പറയാ. ഒന്ന് ഫാത്തിഹ കളിക്കാണേ. ഫാത്തിഹ യാസീനെ ചൊല്ലി ഞാൻ 1000 തരും. പിരിവ് ബുക്കാ? ഫാത്തിഹ ചൊല്ലാൻ മുടിയുമാ? ഖുർആനാണ് പറയണേ. ഖുർആനില് ഫാത്തിഹ ഇല്ലേ? ഫാത്തിഹ സൂറത്ത് സൂറത്തല്ല സൂറത്ത്. അടങ്ങി കേട്ടാ. 2 പെണ്ണുങ്ങൾ എന്തിനാ ഇറങ്ങി തിരിച്ചതാ? ഇങ്ങോട്ട് പോപ്പല്ലേ? പൈസ വേണ്ട. നിങ്ങൾ എന്തിനായിട്ട് ഒരുങ്ങിയതാണ്? പൈസ അടങ്ങി കഴിഞ്ഞു ആൾക്കാർ മൊബൈൽ ബാബു സുരേഷ് ബാബു. മനുഷ്യന്മാരെ തച്ച് പറഞ്ഞേക്കും. തള്ളപ്പിടിയേ, അത് കള്ളനാണ്. അതുകൂടെ ഒക്കെ 14 കൊല്ലം ഇത് കഴുകിയിട്ട്. തള്ളപ്പിടി നമ്മളുടെ ഈ ഒരു എന്താ പറയാ, നമ്മളുടെ വിശ്വാസത്തിനെ ഇതേപോലെ ആൾക്കാർ ചൂഷണം ചെയ്യാണ്. അങ്ങനെ അറിഞ്ഞവർക്കും പറഞ്ഞവർക്കും കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ സക്കാത്ത് പൈസ 4 കൊല്ലം പാവപ്പെട്ടവർക്ക് കൊടുക്കാണ്ട് കാട്ടിയത് ആണുങ്ങളെ കുറിച്ച്. അതെ, നിങ്ങൾ ഈ നാട്ടിൽ ആദ്യ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഉത്തിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇത് കൊടുത്തോ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക്, നിങ്ങളുടെ കുടുംബത്തിലെ പാവങ്ങൾക്ക്, 4 ആൾക്കാർക്ക്. നിങ്ങളെ പോലെ കുറെ ഉമ്മമാരുണ്ട്, ഒരു വിവരം പൊക്കാണില്ലാതെ കുറെ ദുഃഖം സ്ഥലത്തും ചൊല്ലി മാത്രം നിൽക്കണത്. ഞാൻ പറയണില്ല. എന്റെ പൊന്നുമ്മ, ഈ മഹലിൽ എത്ര പാവപ്പെട്ടവരുണ്ട്, എത്ര എത്തിമക്കളുണ്ട്.
ഈ 4 പുറത്തെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെയാണ് ആദ്യം പരിഗണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഈ പുണ്യമാസത്തിനെ ഇതേപോലെ മുതലാക്കണ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ കള്ളത്തടാ എന്റെ കൈമലില്ലേ ആ കൺമഷി രണ്ടിതും വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ടൈമായി. നിങ്ങളെ പോലുള്ള പിന്നെ ആൾക്കാർ എന്താ അതാണ് വിശ്വസിക്കന്നെ. ഒരു സലാം പറയാൻ പോലും എനിക്കറിയില്ല, അള്ളാന്ന് പറയാൻ എനിക്കറിയില്ല. സൂറത്ത് പറഞ്ഞപ്പോ സൂറത്താത്തയാണോന്ന് ഫാത്തിഹ അറിയാത്ത ഏതെങ്കിലും ഇസ്ലാം ഉണ്ടാ? നിങ്ങളൊന്ന് പറയും. ഏതെങ്കിലും ആൾക്കാർക്ക് ഫാത്തിഹ അറിയാത്തുണ്ടോ? ഇപ്പൊ മദ്രസയിലെ 2ലും 3ലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഫാത്തിഹ അറിയാം. അതിനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ മാസത്തിൽ വന്ന എന്തേ കിട്ടുവെച്ചിട്ട് വന്നതേ. ആ നിങ്ങളെ പോലെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഓലാണ് ഈ എല്ലാ ചങ്ങായിമാരും വടക്കാക്കുന്നത്. നിങ്ങളെ മക്കളെ അവിടെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കുന്ന പൈസയെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് നിങ്ങൾക്ക് സക്കാത്ത് പൈസ എന്ന് പറഞ്ഞിട്ട് അയക്കണത്. 1-2 ഉറുപ്പ്യൊന്നല്ലല്ലോ. ഈ പറഞ്ഞ എല്ലാവർക്കും കണക്ക് പ്രകാരം കൊടുക്കണം. നിങ്ങളത് അത് കൊടുക്കണമെങ്കിൽ ഇതേപോലത്തെ ചെക്കന്മാർക്കല്ല കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മളെ എന്റെ പൊന്നുമ്മ നമ്മളെ ചൂഷണം ചെയ്യാൻ അവർ ഇറങ്ങി തിരിച്ചിരിക്കണത്. ഓന്റെ ആ ഒരു ഇതും. അതെ, എന്താണെങ്കിലും ഈ മതത്തിന്റെ പേരും പറഞ്ഞ് വേഷം കെട്ടി വരുന്നതൊന്നും നല്ലതൊന്നല്ല. അവർക്ക് അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് വന്ന് തെണ്ടി തന്നൂടെ? അപ്പൊ നമുക്ക് ഒരു 10 രൂപ കൊടുക്കാം. ഒരു പാവം പിടിച്ച ചെറുക്കനെ കണ്ടപ്പോ പാവം. നിങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ലേ? നിങ്ങളൊക്കെ ഈ ഒരു സഹതാപം കൊണ്ട് നമ്മളെ നാട്ടിൽ എത്ര കുട്ടികളാണ് അറിയോ ഇവർ തട്ടിക്കൊണ്ടേക്കുന്നത്. ചില സ്ഥലങ്ങൾ പോകുമ്പോ കണ്ടിട്ടില്ലേ, കണ്ണില്ലാത്തോറ്റങ്ങള് കയ്യില്ലാത്തോറ്റങ്ങള് എന്തെങ്കിലും തരണേന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇതേപോലുള്ള ആൾക്കാർ തട്ടിക്കൊണ്ടേയിട്ട് നമ്മളുടെ വീട്ടിലത്തെ മക്കളെയാണ്. നിങ്ങൾ വിചാരിക്കും ഇന്റെ പേരലത്തെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്. ഈ 4 പേർക്ക് നടന്നാൽ മാത്രമേ നമ്മുടെ വിഷയമാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനായി മാത്രമേ നമ്മുടെ വിഷയമുള്ളൂ? അല്ല, ഒരുപാട് കുട്ടികളെ ഇവരെ പോലെ ആൾക്കാർ തട്ടിക്കൊണ്ടേയിട്ട് ഇന്ന് നാട്ടിലുണ്ട്. ആ എത്ര ഉമ്മമാർക്ക് 10-20 വർഷമായിട്ട് കുട്ടികളെ കാണാത്തുണ്ട്. നിങ്ങൾക്കറിയോ? ഇതൊക്കെ പഠിച്ചു വന്നു. 7 നേരം ഈ ചോറ് നിന്നിട്ട് തീരെ നിന്നിട്ട് ആ നിസ്കാരം 5 വട്ടം നിസ്കരിക്കും. ഇതന്നെ പരിപാടി. ഇന്ന് ആ ചെറുക്കന്മാരുണ്ട് വിളിച്ചിട്ടെ കണ്ണു കണ്ട രാമപ്രധാനെ പിടിച്ച് തച്ചുകിടും. നിങ്ങൾ വന്നല്ലാത്തോണ്ട് വല്ല പോലീസിനും പരാതി ഓടിയണ്ട് പോവും. ആര് വന്ന് കോളിമ്പെല്ലാം അടിച്ചാൽ ഞാൻ ആദ്യം കാണിച്ചു തരാം. ജിം പറഞ്ഞു കൊടുത്തോട്ടോ, വിളിക്കട്ടെ. നിങ്ങളെ ഈ പരിപാടി ഞാൻ ആരും നിർത്തി തരാം. അപ്പൊ ഞാൻ എന്താ തടി കാട്ടിയത്? നിങ്ങൾ അവിടുത്തെ പോലെയല്ല, ഇത് വേറെ സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എവിടെ വീട്? നിങ്ങൾ ജനിച്ച സ്ഥലത്ത് അറിയാം. കുടിച്ച എന്തൊക്കെ അറിയണം കണ്ണി കണ്ട ആൾക്കാർ. പാപം തോന്നി അതിനെ ഈ കണ്ടപ്പോ. ഉമ്മാനെ ഒരു കാലത്ത് നിരക്കാൻ പറ്റൂല. നിങ്ങൾ ഇനി നോമ്പ് കഴിഞ്ഞ വരെ പുറത്ത് കറങ്ങണ്ട കേട്ടോ. അയാൾ വേറെ നിവൃത്തിയൊന്നുമില്ല. രണ്ട് സാധനങ്ങൾ ഇറ്റിങ്ങളൊക്കെ എവിടുന്ന് ഇതിന് നന്ന കൊടുക്കണേ ചെല്ലി. അത് നോക്ക് പോ. 24 മണിക്കൂർ ഫോൺ തോണ്ടി കുത്തിരുന്നോ? അന്നെ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണാണത്. ഓളൊരു ഫോണ്